ഹായ് അങ്ങനെ ഇതാ വെളുപ്പിന് 2:30 ആയിട്ടുണ്ട്. നമ്മൾ വിളക്കിന് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അവള് നേരത്തെ എന്തൊക്കെയാ അച്ഛ നാണം കണ്ടില്ലേ പെണ്ണിന്റെ. കുഞ്ഞ് വന്ന സമയത്ത് ഋതുടെ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് ആള് കണ്ടില്ല കേട്ടോ. ഇപ്പം എഴുന്നേറ്റപ്പോഴാണ് ആള് കുഞ്ഞിനെ കണ്ടത്. കണ്ടപ്പോഴേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ ശാലുവും മാമനും കൂടെ ബൈക്കിൽ പോയി, ഞങ്ങൾ പിന്നെ കാറിൽ പോകാമെന്നാട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് നടക്കാൻ പോയിട്ട് വരാം. ടാറ്റ. എന്തോ പറയാനാന്ന് പറ. അമ്പലത്തിൽ ചെല്ലുന്നതിന് മുന്നേ കുറച്ച് പാലെങ്കിലും കൊടുത്ത് ഋതുട്ടനെ സെറ്റാക്കി നിർത്താമെന്ന് എഴുതിയപ്പോഴത്തേക്ക് പാൽ കുടിക്കാൻ വിളിച്ചിട്ട് പോലും ഋതുട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് വരുന്നില്ല കേട്ടോ. അവളുടെ അമ്മച്ചമ്മ മാത്രം മതി എന്ന് പറഞ്ഞാൽ അവൾ നിൽക്കുകയാണ്. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ചെന്നേ, ഗുരുമന്ദിരത്തിൻ്റെ അങ്ങോട്ട് വണ്ടി വിടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നതാണ്. നമുക്ക് എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കി പാർക്ക് ചെയ്യാമെന്നും പറഞ്ഞ്. അല്ലെങ്കിൽ ഞങ്ങളൊരു 3 മണി ആകുമ്പോഴാണ് ഞങ്ങൾ എഴുന്നേറ്റ് ഒരുങ്ങാറൊക്കെ ഉള്ളത്. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മധുരപ്പെന്ന് അവിടുന്ന് വിളക്ക് വരും കേട്ടോ. അപ്പോൾ അവരുടെ കൊട്ടുമാളത്തോടാണ് വരുന്നത്, കെട്ടുവിളക്ക് വരും. ആ ഒരു സമയത്താണ് ഞങ്ങൾ സൗണ്ട് ഇട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വരാറുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ നേരത്തെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുഞ്ഞൻ മാമൻ്റെ കൂടെ ബൈക്കിൽ അങ്ങോട്ട് പോയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അത്ര ദൂരം നടക്കണ്ടെന്ന് കരുതിയിട്ട് ഋതുവിനാണെങ്കിൽ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി തൊപ്പിയും ചെവിയിൽ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇയർ മഫും ഒക്കെ വാങ്ങിച്ച് വെച്ച് കൊടുത്തെങ്കിലും ആൾ വെക്കാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് അവളെ സൗണ്ടൊന്നും ഇല്ലാത്തടത്ത് മാറ്റി നിർത്തണം കേട്ടോ. അങ്ങനെ കുഞ്ഞനും മമ്മിയും അമ്മയും മാമനും അവരെല്ലാവരും ഋതുവായിട്ട് അങ്ങ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങ് മോളിൽ കയറി നിൽക്കാമെന്ന് കരുതി കേട്ടോ. ഇവിടുന്ന് സൗണ്ട് ഭയങ്കര സൗണ്ടാണ്, കൊട്ടും മേളും ഒക്കെ ഭയങ്കര സൗണ്ടായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് മോൾക്ക് അത്രയും സൗണ്ട് അവൾക്ക് പറ്റില്ല, അത് കുറേ നേരം കാണും. അതുകൊണ്ട് അവരെ അങ്ങ് മാറ്റി ഞങ്ങളിങ്ങനെ താഴെ നിൽപ്പുണ്ടായിരുന്നേ. ഞാനും ശാലയും കൂടെ പിന്നെ വഞ്ചിപ്പെട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു വിളക്കെ കാണാൻ വേണ്ടി. ദൃശ്യം വരുന്ന ഈ വിളക്കുകളൊക്കെ ഈ ഒരു സൈഡിലോട്ട് മാറ്റി നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിളക്കെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കയറി പോകുന്നത്. അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ താഴത്തെ വയലിൽ നിന്ന് വിളക്കെല്ലാം കൂടെ കയറി വരും. അത് കാണാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഋതുവിടെ കരച്ചില്ലാന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഫോൺ വന്നപ്പോഴത്തേക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ എവിടെ ആണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇറങ്ങി ഓട്ടമായിരുന്നു. എന്തായാലും ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ അങ്ങ് അമ്പലത്തിൻ്റെ അവിടുന്ന് മാറിയിട്ട് അങ്ങ് സ്റ്റേജിൻ്റെ അങ്ങ് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര സൗണ്ടായിട്ടോ ഇവിടെ കൊട്ടുമോളമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അവിടെ മാറിയിരിക്കായിരുന്നു. പിന്നെ അവൾക്ക് ഫീഡൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വിളക്കല്ല ഇനി അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അമ്മമാർ വീഴുന്നത് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്ന വീഡിയോയിലൂടെ. അവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ കണ്ടതേ ഉണ്ടായിരുന്നില്ല. കാരണം ദൂരെ നിന്നാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ദൈവമേ ഒന്നും വരാതിരിക്കട്ടെ ആ പാവ അമ്മമാർ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ അറക്കൽ ദേവി ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെടാനുള്ള നാട്ടുകർ കമ്മിറ്റി അടക്കമുള്ള ഇരുകരയിലെയും കന്യാകുമാരി കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവര്, അതിനുപരി ഇതിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടി നിൽക്കുന്ന വർഷം ഒരുപാട് വിളക്കുണ്ടായിരുന്നു. എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ. അതേപോലെ വിളക്ക് കയറി വരുമ്പോഴത്തേക്ക് ഇവർ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ആയിട്ടോ കയറ്റി വിടുന്നത്. പിന്നെ ഇതാ കുഞ്ഞു മക്കളൊക്കെ ഇതാ താലിപ്പൂലിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കുഞ്ഞിനാണെങ്കിൽ നന്നായിട്ട് വിളക്കൊക്കെ കണ്ട് തൊഴുവാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഇതാ ആ ഒരു സൈഡിൽ തന്നെ ആട്ടോ നിൽക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഞങ്ങളും നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ പിന്നെയാണ് കുഞ്ഞൻ കണ്ടത്. കൊടി കയറി വരും, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഉത്സവ സമയത്ത് മാത്രമാണ് ഈ ഒരു കൊടി കാണാൻ പറ്റുന്നത്. ഈ കൊടി കണ്ട് വിളക്ക് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് മനസ്സൊരുക്കി നമ്മൾ ഒരു ആഗ്രഹം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കത് സാധിച്ച് കിട്ടും എന്നാണ് നമുക്കൊരു വിശ്വാസം. എനിക്കങ്ങനെ സാധിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വർഷം ഞങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും നല്ല രീതിയിൽ നടക്കണേന്ന് കരുതിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ കൊടിയൊക്കെ കണ്ടു, നല്ല രീതിയിൽ തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താഴത്തോട്ട് ഇറങ്ങാം കേട്ടോ. അമ്മയൊക്കെ ഇനി അപ്പുറത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഈ ഒരു സൗണ്ടും കാര്യങ്ങളും മാറിയാൽ മാത്രമേ അവർ ഇറങ്ങി വരുള്ളൂ. ഇതൊക്കെ സൗണ്ടിലിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഇതൊന്നും എനിക്ക് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓരോ കരക്കാർ നടത്തുന്ന പരിപാടിയാണ് കേട്ടോ. 4 കരക്കാർ ചേർന്നിട്ടാണ് കേട്ടോ ഇവിടെ ഉത്സവം നടത്തുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കുട്ടികളുടെ ഡാൻസൊക്കെ തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇത് വണ്ടി വിളക്കാണ്. അതായത് നമുക്ക് കെട്ടുവിളക്ക് മാത്രമല്ല, വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ വിളക്ക് കെട്ടി. ഈ വണ്ടിയിൽ കൊണ്ടുവരുന്ന ഈ വിളക്കൊക്കെ കണ്ടോ, കെട്ടുവിളക്കായിട്ട്. ഇത് നമ്മുടെ പഴയ അമ്പലം ഇങ്ങനെ ആട്ടോ ഇരുന്നത്. ഇപ്പോഴാണ് പുതുക്കി, ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് പുതുക്കി പണിഞ്ഞ് വേറെ രീതിയിൽ മാറ്റിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഒരു വല്ലാത്തൊരു ചില്ലടിച്ച് നിൽക്കാമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ സമയത്തൊന്നും അമ്മയും ഋതുവും മമ്മിയും ഇറങ്ങി വന്നിട്ടില്ല, മുകളിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ അവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. വിളക്കെല്ലാം പോയിട്ട് അവർ ഇറങ്ങി വരാമെന്നും പറഞ്ഞിട്ടാണ് കൊട്ടും മേളവും എല്ലാം മാറിയിട്ട്. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് നല്ല മഞ്ഞുമൂടി കിടക്കാണ്. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാസം എടുത്തതാണ്. ഇടാൻ കുറച്ച് വൈകിപ്പോയാണ്, എല്ലാവരും അങ്ങ് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ദാനിപ്പപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ ആ ബസ്സിൽ വന്ന ആൾ ഇറങ്ങി തൊഴുതിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ ശാലുവിനെ അല്ലല്ലോ ഋതുവിനെയും കൊണ്ട് വന്ന. ഋതു നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ അമ്മയ്ക്കും മമ്മിക്കും ഐസ്ക്രീം വേണ്ടാന്ന് പിന്നെ നമുക്കങ്ങ് പോകാമെന്ന് കരുതി. ഇവിടെ കൊന്നപ്പൂ പൂത്ത് അലച്ച് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുതിരയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഇനി വൈകിട്ട് കുതിരയെടുപ്പ് കാണാൻ വരണം കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പൂർത്തിയാവും. അടുക്കളയും അതും ഇതൊക്കെയാണ്. ആ കണ്ടത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കേട്ടോ. ഞങ്ങൾ കയറാൻ നേരത്തെ ഈ ഋതുവിനെ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഓടി വന്നത്. ഞങ്ങൾ പിന്നെ ഇറങ്ങിയത് കൊണ്ട് കുഞ്ഞിനാണെങ്കിൽ പിന്നെ കുറേ നേരം കൊണ്ട് നിൽക്കുകയല്ല, അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് വീട്ടിൽ പോകാൻ ഇറങ്ങിയതാട്ടോ. എനിക്ക് കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ടേ വരത്തുള്ളായിരുന്നു. എന്താ ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഋതു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഇനി എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്നലെ ആണെങ്കിൽ ഒരു പോളൊക്കെ കണ്ണ് അടച്ചിട്ടില്ല കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ പിന്നെ മറ്റേത് സംഭവങ്ങളൊക്കെ ഒട്ടിക്കാനും എടുക്കാനൊക്കെ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ ഋതു അച്ചായും ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒട്ടിക്കുന്നതിൻ്റെ ലാസ്റ്റ് എൻഡിൽ കുറച്ച് ഭാഗത്ത് ഒട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാനും മാമനും കൂടെ വന്ന് അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ ഇതാ ഫുള്ള് അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ഋതുവിന് കഴിക്കാനുള്ളതിൻ്റെ സാമ്പാർ, ഇഡ്ഡലി സാമ്പാറായിരുന്നു തോന്നുന്നു കേട്ടോ. ഞാൻ സാമ്പാർ വെച്ചു. ഋതു ആരുടെയും കയ്യിൽ പോകാത്ത ഇവിടെ മുന്താസക്കച്ചിയുടെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അക്കച്ചി എടുത്തുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ സംഗി വന്നിട്ടുണ്ടായിരുന്നു. സംഗി വന്നില്ലേ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. സംഗി വരാൻ അവൾക്ക് ആദ്യത്തെ ദിവസമൊന്നും അവർക്ക് വരാൻ പറ്റിയില്ല, അവർക്ക് ലീവില്ല. അതിന് ആ പെണ്ണ് ഇവള് എടുക്കാൻ സമ്മതിക്കരുത് കേട്ടാ. അമ്മച്ചി പൊന്നോ ആടി അമ്മച്ചി പൊന്നെന്തി വന്ന് എന്റെ അമ്മച്ചിയാ ഇതൂട്ടാ. ഇതൂട്ടോ ആരാ ഇത്? അമ്മച്ചി പൊന്നാടി എന്നെ കണ്ടിട്ട് അവൾ അന്നിട്ട് ചിരിച്ചത്. അമ്മച്ചി ആരെ കിടക്കുന്നേ ഒറ്റൊരെണ്ണം കൊടുത്ത് നമസ്തേ. അടിയിടി കേറി ചവിട്ടടി അവളെ. അവള് കൊന്നിട്ടേക്കോ അടി അവളെ. ചവിട്ടി കേട്ടിടി അവളെ. ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാനാണ് ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. അവള് ചിരിക്കുവോ? ഞങ്ങിയൊക്കെ നിറച്ച് വെച്ചിട്ടിരിക്കുവാണോ നീ? ചവിട്ട് നോക്കടി അവൻ കിട്ടും. അവക്കിട്ട് ചവിട്ടുള്ളു. കൊടുക്കണോ? മൂക്കമ്മ അടിച്ചു പൊട്ടി. നീ അവക്ക് സന്തോഷം നോക്കി.
ചാരുവിന്റെ അമ്മന്ന് വിളിക്കുന്നത് എന്നെ പോലും വിളിക്കത്തില്ലേ. ഇവിടെ അടുത്തോടെ അനങ്ങാതെ പോയി എടുത്തില്ല അവളെ. അന്നേരത്തിന് ഉടനെ ചിരിഞ്ഞ് എന്നിട്ടാണ് അവളെ അടുക്കള പോകുന്നു. എന്താ അമ്മച്ചമ്മ ആക്ഷേപിക്കാടി. ഒരു മുട്ട് കൊടുക്കും. മുട്ട് 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 മുട്ടേ ഒരു മുട്ട് കൊടുക്കും. മുട്ട് 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 മുട്ടേ എല്ലാം പഠിപ്പിക്കാൻ കൊച്ചിന്. തേക്കാം. ഡോണാ ചെവിയില് വെള്ളക്കെട്ട്. മറ്റേ നീ അന്ന് കണ്ടില്ലായിരുന്നോ? എന്ത് പണേ ചെവിക്കകത്ത് വരുന്ന ചപ്പാത്തി ഉണ്ടാക്കട്ടെ. എന്തേലും നിന്റെ സുനാപ്പി ഓണാവുന്നു. എന്നെ വഴക്ക് പറയുന്നു മാമ. അടിക്കവളെ പറഞ്ഞു കൊടുക്കാത്ത താമസം അടിക്കുന്നു. നല്ല അനുസരണമുള്ള കൊച്ച. നിന്റെ അപ്പനല്ലേ അറിഞ്ഞത്. പൊടിച്ചു വെക്കണം കാലൊക്കെ എടുത്ത്. വിടരുത് എന്റെ കാലിന്ന്. കഷ്ടം. പാവം പാവം. എന്തുവാടി ഇതൂട്ടാ? കൊള്ളാം. കുഞ്ഞിനും ശാലിയും കൂടെ കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉറങ്ങാന്ന് എഴുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സംഗി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഋതു സംഗിയുടെ പോകുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഗി വരുമ്പോൾ അറിയാം ഋതു പോകുന്നു ഇല്ലെന്ന്. കാരണം 2-3 ദിവസം നമ്മൾ അവിടെ പോയിട്ട് ആരുടെ കയ്യിലും പോകുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴും ആരുടെങ്കിലും കയ്യിലൊക്കെ പോകുന്ന നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഗിയാണെങ്കിൽ അവൾ നൂലുകെട്ടിൻ്റെ അന്ന് കണ്ടിട്ട് പോയതാണ്. പിന്നെ ഇതുവരെ അവൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും, ഫോണിലൂടെ സംസാരിക്കുന്ന അല്ലാതെ അവൾ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ പോകുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനത്തെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിയും. അങ്ങനത്തെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇനി നമുക്ക് പെട്ടി പൊട്ടിക്കണം. അത് സംഗി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ബാഗിനകത്ത് ഇനി നോക്കണം. അതാണ് ഞങ്ങളുടെ ഇനി അടുത്ത ഡ്യൂട്ടി കേട്ടോ. അവൾ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റത്തില്ല, ഞാൻ പറയത്തില്ല. ഡിയോ ഡിയോ ആർക്കാടി? ചേട്ടന് വലുത്. ചേട്ടന് വലുതാവുന്ന മാത്രമല്ലല്ലോ ഇടുന്നത്. ഞങ്ങൾ ഇപ്പൊ ഇടത്തില്ല. ഇടാൻ തന്നെ സമ്മതിച്ച് തികയുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ആരും എനിക്ക് സ്ലീവ്ലെസ് ഇടായിരുന്നു. സ്ലീവ്ലെസ് നമ്മൾ അങ്ങനെയാണോന്ന് ചോദിച്ചാ അവള് ചോദിക്കാണ് നീ ഏതാ? ഇതും കൂടെ ഇട്ടാ മതി. കുക്ക് കൊടുത്തോടെ ചിരിക്കുന്നു. കണ്ണി കുത്തി ചിരിക്കണ പറയാണോ? രണ്ടുമുണ്ട്. ചെറിയതും തോന്നുന്നു. ഇതാ ഊരി കളയുന്നു. ഒരു മോഡ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതിനകത്ത് ഉടുപ്പിട്ടിട്ടല്ലേ ഇടുന്നേ? അങ്ങനെ സംഗി എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം നുള്ളിപ്പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടുന്നത് അവൾക്ക്, എനിക്ക് വേണ്ടുന്നത് എനിക്ക്, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഇവിടെ എന്തൊക്കെയോ ഷോർട്ട്സും ടീഷർട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഋതുവിനും ഉണ്ടായിരുന്നു ഉത്സവക്കോടി. അത് കഴിഞ്ഞ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. അവളുടെ പുതിയതും പഴയതും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാറുണ്ട്. അതേപോലെ അവളുടേത് ഇങ്ങോട്ടും ഞങ്ങൾ വരുമ്പോഴത്തേക്ക് നുള്ളിപ്പറക്കി എടുക്കും. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പെട്ടി പൊട്ടിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇലയിട്ട്, നമുക്കിന്ന് സദ്യ ആയിട്ടോ. അപ്പോൾ അങ്ങനെ ഇലയിട്ട് താഴ്ത്തിരുന്നാട്ടോ കഴിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. പായസം ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി പോകണം. എങ്ങോട്ടാണ്? നമുക്ക് കുതിര കാണാൻ. എന്താണ്
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അധികം സമയമില്ല, എല്ലാവർക്കും കുളിച്ച് ഒരുങ്ങണമല്ലോ അമ്പലത്തിൽ കയറണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഒരുങ്ങാനും എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. അമ്മ വരുന്നില്ല കേട്ടോ, അമ്മച്ചമ്മയും ഇല്ലേ. അമ്മയ്ക്ക് കാലിന് വേദനയെന്ന് പറഞ്ഞ് ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഭയങ്കര കാലുവേദന, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അമ്മയും ഒഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മാറ്റിയിട്ടാണ് കാർ ഇടാൻ സ്ഥലം കിട്ടിയത്. ഞങ്ങൾ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു ഒരുങ്ങിയൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുഞ്ഞിനെ മാമൻ രാവിലത്തെ പോലെ മാമൻ അങ്ങ് ബൈക്കിൽ കൊണ്ടുപോയി അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നടന്ന് അങ്ങ് ചെന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേര് സാരിയല്ല, സംഗി ധാവണിയും ഞങ്ങൾ രണ്ടുപേരും സാരിയായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര സൗണ്ട്, ഭയങ്കര വലിയ വണ്ടിക്ക് അത് സ്പീക്കർ ഇത്രയും നിറച്ച് വെച്ചിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് ബഹളമായിരിക്കും. ഋതുവാണെങ്കിൽ ആ പാട്ട് കേട്ട് തുള്ളിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇയർ മഫ് വെക്കും. അവൾ ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് കളഞ്ഞിട്ട് പാട്ട് കേൾക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിർത്തിയിരുന്നില്ല, അവളെ അവിടുന്ന് കൊണ്ടോടി. മമ്മിയാണെങ്കിൽ അവിടുന്ന് കൊണ്ടോടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ കുതിരയെടുപ്പൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് കുതിരയുടെ ആ സൈഡിൽ കൂടെ കളത്തട്ടീന്ന് കൊടി കയറി വരും കേട്ടോ. അപ്പം വെളുപ്പാങ്കാലത്ത് കാണാത്തവർക്ക് ആ ഒരു സമയത്തും കൂടെ കാണാൻ പറ്റും. ഈ 2 നേരം മാത്രമേ നമുക്ക് വർഷത്തിലൊരു വട്ടം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടി കയറി വരുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മമ്മിയാണെങ്കിൽ ഋതുവിന് വള വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള കടകളിൽ മൊത്തം കയറി ഇറങ്ങുമായിരുന്നു കേട്ടോ. എൻ്റെ കൊച്ചിൻ്റെ ആദ്യത്തെ ഉത്സവമാണ്, അതുകൊണ്ട് എനിക്ക് വള വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ അവൾക്ക് പാകത്തിന് ഒരെണ്ണം പോലും കിട്ടിയില്ല. മിക്കയിടത്തും കരിവളയൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലാത്ത വളകളൊന്നും അവൾക്ക് പരുവാകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കയറി ഇറങ്ങി. കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവിടെ വരാൻ നല്ല രസമാണ്. നിറയെ കച്ചവടക്കാരും ഒരു ബഹളവും ഒക്കെ ആയിട്ട്. പണ്ടൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിക്കാനൊന്നും പോയതൊന്നുമില്ല. പിന്നെ ഇന്നലെ വന്ന വിളക്കുകളൊക്കെ ഇവിടെ കിടപ്പിണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുന്ന് കൊടി കയറി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താഴെ കളത്തട്ടിൽ നിന്നാട്ടോ കയറി വരുന്നത്. നമുക്ക് വെളുപ്പാങ്കാലത്തും അവിടുന്ന് തന്നെ ആട്ടോ കയറി വരുന്നത്. താഴെ വയലിൽ കളത്തട്ടുണ്ട്, അവിടുന്ന് ഇങ്ങനെ കൊടി കൊണ്ടുവരും. ഈ കുതിരയെടുപ്പ് നടക്കുന്ന സമയത്തും കുതിര മുകളിൽ കയറുന്ന സമയത്ത് ഇനി കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ഇനി കുതിരയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഇനി ആറാട്ടടിക്കും, അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ മുകളിൽ കുതിരയെല്ലാം കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നടുവേദനയും കാലുവേദനയൊക്കെ എടുത്തിട്ട് വൈകിയായിരുന്നു. ഞാൻ ഇട്ട ചെരുപ്പ് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഉള്ളതായതുകൊണ്ട് എനിക്കാണെങ്കിൽ നല്ല ബാക്ക് പെയിനൊക്കെ എടുക്കുന്നുണ്ട്. കുറേ നാളെ ഇങ്ങനെയുള്ള ചെരുപ്പുകൾ ഞാൻ ഇട്ടിട്ട്. അങ്ങനെ പിന്നെ എനിക്ക് വെള്ളം കുടിച്ചോളാൻ ദഹിച്ചിട്ട് വയ്യ. അങ്ങനെ മാമനോട് പറഞ്ഞപ്പോൾ മാമൻ ഈ സർബത്ത് വാങ്ങിച്ചുകൊണ്ട് തന്നു. അത് കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ കിട്ടിയത്, നല്ല തിരക്കുള്ളതുകൊണ്ട്. പക്ഷെ അത് കൊള്ളാത്തതും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഉപ്പി അല്ലാത്ത വെള്ളം വാങ്ങിച്ച് കുടിച്ചു. പിന്നെ കുഞ്ഞനാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ച് തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ് എല്ലാവരും കൂടെ. ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു പൊടി പോലും. എന്തൊരു ഇത് കാണിക്കുന്നേ, മേടിച്ച് ഇപ്പൊ കിടന്ന് കറിക്ക് കടിച്ച സൗണ്ട് കേട്ടോ. ഒരു പുഷ് ഷോപ്പർ വേണം. എത്ര കടിക്കുന്നില്ല അല്ല വായി കിടക്കാൻ എന്ത് ഞാൻ തുപ്പ് എടുത്തിട്ടോ എന്റെ പട്ടി ഇതെല്ലാം കഴിക്കാൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ച് ഋതു എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുവരെ ഞാൻ ബിസ്ക്കറ്റ് എന്നുള്ള സാധനം അവളുടെ കയ്യിൽ പോലും കൊടുത്തിട്ടില്ല. ആൾക്കതങ്ങ് ടേസ്റ്റ് പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ അററൂട്ടിൻ്റെ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഷുഗർ അധികം ഇല്ലല്ലോ. പിന്നെ തുണിയുള്ള തുണികളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി വെക്കുകയാണ്. ശാലു ഇന്ന് ഞങ്ങളുടെ കൂടെ അങ്ങ് വരുവാണ് കേട്ടോ. കാരണം അവൾക്ക് നാളെ കഴിഞ്ഞ് നാളെ പോവുകയാണ് അവൾ തിരിച്ച്. അപ്പം സംഗി വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് ദിവസം നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ശാലുവിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവൾ മെയിനായിട്ടും കയറി വന്നത്. അതുകൊണ്ട് ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പം ശാലു ഇനി ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൾ ഇറങ്ങുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോ എല്ലാരും കൂടെ ഒന്നിച്ചൊക്കെ പോകുന്നു. അവളിങ്ങി വരുമാ, ഇങ്ങനെയാണ് പോകുന്നത്. വണ്ടിക്കകത്ത് തന്നെ പോകുന്നത്. അവൾ ആ വെള്ളത്തിൽ ഇറങ്ങി പോകുന്നത്. വണ്ടി പോവാ കുളിക്കാൻ വീഴരുത്. പോവാ
കൊടുത്ത ഉമ്മ ആ ബാ സണ്ണേ ബാ ബാ ഉമ്മ വാ ഒരുമ്മ ഓ ഉമ്മയെ കൊടുത്തേ. ഇതിനവളുടെ അമ്മച്ചമ്മയെ വിട്ടിട്ട് വരാൻ ഒരു മനസ്സ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ എടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിൽ വന്നു ശരിക്കും ക്ഷീണിച്ച് ഒരു പരിവായി. എനിക്ക് തിരിച്ച് വരണമെന്ന് പോലും ആഗ്രഹമില്ലായിരുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ജോലിയുണ്ട്, തൂക്കാനും തുടയ്ക്കാനും ഒക്കെ. പിന്നെ സംഖ്യയായിട്ടോ ബാക്കിയൊക്കെ ചെയ്തത്. അപ്പം നമ്മുടെ വീഡിയോ എത്രയൊക്കെയുള്ളൂ കേട്ടോ.